കേരളത്തിലെ ഭരണകൂടം തീവ്രവാദ പ്രവർത്തനങ്ങളെ ശക്തമായിട്ട് എതിർക്കാറുണ്ട്. അത് നക്സലൈറ്റുകളായിരിക്കണം, മാവോവാദികളായിരിക്കണം, അവരെ വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്യും. ബട്ട് ഇപ്പുറത്തുള്ള ഈ റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗത്തുള്ള ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, ഈ വക ചിന്താഗതിയുള്ള ആൾക്കാർ ചെയ്യുന്നതിനൊക്കെ പിണറായി വിജയൻ ഒത്താശ ചെയ്യുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകത്തിൻ്റെ എക്സ്ട്രീമിൽ നിൽക്കുന്നവരാണ് മാവോവാദികൾ. പക്ഷേ അവർ ഏറ്റവും നിഷ്ഠൂരമായിട്ട് നേരിടുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇവർക്ക് കീഴടങ്ങുകയും അവരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും. എത്ര നക്സലൈറ്റുകളെ വെടിവെച്ചു കൊന്നു, അതിൽ ചിലതൊക്കെ കൊലപാതകവും വിവാദവുമായിട്ടുണ്ട്. ഫേക്ക് നരേറ്റീവ് അല്ല, ഫേക്ക് എൻകൗണ്ടറാണ് എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റൂത്ത്ലെസ്സായിട്ട് പെരുമാറേണ്ട അടുത്ത് പിണറായി വിജയൻ അത് ചെയ്യാനറിയാം, കേരള പോലീസിന് അങ്ങനെ പെരുമാറാനും അറിയാം. അപ്പം ഇപ്പുറത്ത് ഈ അളവ് കൊടുക്കുന്നത് മനഃപൂർവ്വമാണ്, അല്ല അത് സംഭവിച്ചു പോകുന്നതൊന്നുമല്ല. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം കഴിഞ്ഞിട്ട് അവരുടെ സ്വത്ത് കണ്ടുകെട്ടാൻ ഉത്തരവായി കഴിഞ്ഞപ്പോൾ പിണറായി വിജയനാണ് പറഞ്ഞത് അല്പം പതുക്കെ പോയാൽ മതി എന്ന് പറഞ്ഞു. അത് പരസ്യമായിട്ടാണല്ലോ പറഞ്ഞത്. ധൃതി പിടിച്ചൊന്നും പോകണ്ട, പതുക്കെ പോയാൽ മതി. അത് എന്തായിരുന്നു ആ സിഗ്നൽ? എനിക്കിന്നും മനസ്സിലായിട്ടില്ല. സാധാരണഗതിയിൽ ഒരു ഭരണാധികാരി പോലീസിനോട് ഭരണാധികാരി എടുത്ത തീരുമാനം അല്ലെങ്കിൽ കോടതി എടുത്ത തീരുമാനം അത് ഏറ്റവും വേഗം നടപ്പിലാക്കാനാണ് പറയുന്നത്. അല്ലാതെ പതുക്കെ പോയാൽ മതി എന്ന് ഒരാൾ പോലീസുകാരോട് പറയാറില്ല. എടോ വേഗം വാ, വണ്ടി വേഗം ഓടിക്കുക എന്നൊക്കെയാണ് പറയാറുള്ളത്. പതുക്കെ പോയെന്ന് പറയുക എന്ന് വെച്ചാൽ അതിനർത്ഥം വലിയ ആക്ഷനൊന്നും എടുക്കണ്ട, ചെറുമയത്തിലൊക്കെ പോയാൽ മതി. ഇങ്ങനെയുള്ള ഉഴപ്പ് ഇത് മാവോവാദികളുടെ കാര്യത്തിൽ ചെയ്യില്ല. അവരെ തീർത്ത് കളയും പിണറായി വിജയൻ. അതിന് പ്രത്യേകം സേനയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് പിണറായി വിജയൻ ചെയ്യുന്നത് ഇപ്പുറത്ത് ചെയ്യുന്നതിനോടുള്ള ഒരു അവർക്കുള്ള ആനുകൂല്യമാണ്. ഈ നമ്മുടെ ഭാരതത്തിലുള്ള ഒരു ധർമ്മസങ്കടം പലപ്പോഴും വരുന്നത് ലോ ആൻഡ് ഓർഡർ സംസ്ഥാനങ്ങളുടെ കയ്യിലാണ്. കേന്ദ്രത്തിന് ഡയറക്റ്റ് ഇടപെട്ടുകൂടാ, അല്ലെങ്കിൽ സംസ്ഥാനം ഇടപെടാൻ ആവശ്യപ്പെടണം. ഈ സംസ്ഥാനം ആവശ്യപ്പെട്ടില്ല എന്ന് വെച്ചോ, ലോ ആൻഡ് ഓർഡർ ഈസ് ഗോയിങ് ടു ഡോഗ്സ്. കംപ്ലീറ്റ് അരാജകത്വമായി. കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റുമോ? പറ്റില്ല. കാരണം ലോ ആൻഡ് ഓർഡർ സംസ്ഥാനത്തിൻ്റെയാണ്. പിന്നെ കേന്ദ്രം എന്ത് ചെയ്യണം? 356 വകുപ്പ് പ്രകാരം ഒരു സംസ്ഥാനത്തെ പിരിച്ചു വിട്ടിട്ട് അധികാരം ഏറ്റെടുക്കണം. ഏറ്റെടുത്താൽ ആ സെക്കൻഡിൽ സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്കൊരു സംസ്ഥാനം ഔട്ട് ഓഫ് കൺട്രോൾ പോയാൽ, ഒരു സംസ്ഥാനത്തിൽ വിഘടനവാദം, അരാജകത്വം ഇത് നടമാടിയാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഭരണഘടനാപരമായിട്ട് നിലവിലുള്ളത്. ഇത് രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തെ മൊത്തത്തിൽ കാണുന്ന ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, കേന്ദ്ര സർക്കാരിൻ്റെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ് സുപ്രീം കോടതി വഴി, ഭരണഘടന വഴി, ഡെവല്യൂഷൻ ഓഫ് പവേഴ്സ് വഴി. ഫെഡറൽ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, കാരണം അങ്ങനെ ഒരു വാക്ക് ഭരണഘടനയിലില്ല. അത് വെറുതെ തെറ്റിദ്ധാരണയാണ്. രാഷ്ട്രീയക്കാരെ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു വാക്കാണ് ഫെഡറലിസം. അങ്ങനെ ഒരു വാക്ക് ഭരണഘടനയിൽ ഇല്ല, അത് മനസ്സിലാക്കുക. ഈ കള്ളം ഇനിയെങ്കിലും അവസാനിപ്പിക്കുക. ഏതായാലും ഞാൻ ആ വാക്ക് പറയുന്നില്ല. മറ്റേത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും കേന്ദ്ര സർക്കാരിന് ഈ ഓവർ റൈഡിങ് പവേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന് മുകളിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ അവസ്ഥയിൽ കേന്ദ്രത്തിന് എന്തെങ്കിലും ഒരു നിയന്ത്രണം വേണമെങ്കിൽ ഇൻഡിപെൻഡൻ്റായ ഒരു ഏജൻസി കയ്യിലുണ്ടാവണം. ഇപ്പോൾ സാമ്പത്തിക രംഗത്ത് നോക്കൂ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അല്ലാതെ വേറെ ആർക്കെങ്കിലും ഡയറക്റ്റ് കയറി ഇടപെടാൻ പറ്റുമോ? ഇൻകം ടാക്സ് ഉണ്ട്, എൻഫോഴ്സ്മെൻ്റ് ഉണ്ട്. CBIയുടെ കൈ കെട്ടപ്പെട്ടു. കാരണം CBIക്ക് ഒരു സംസ്ഥാനങ്ങളുടെ അനുമതി ഉണ്ടെങ്കിലേ കേസ് അന്വേഷിക്കാൻ പറ്റുള്ളൂ. പെർമനൻ്റ് അനുമതി കൊടുത്തിരുന്നു സംസ്ഥാനങ്ങൾ, ഓരോരുത്തരായിട്ട് അത് പിൻവലിച്ചു. മമതാ ബാനർജി ആയിരുന്നു അതിൻ്റെ മാതൃക. തൊട്ട് പിന്നാലെ പിണറായി വിജയൻ പിൻവലിച്ചു. ഇപ്പോൾ പിണറായി വിജയൻ കൊടുത്താൽ CBIക്ക് അന്വേഷിക്കാൻ, അല്ലെങ്കിൽ പറ്റില്ല. ഇതല്ലെങ്കിൽ ഹൈക്കോടതി പറയണം. ഹൈക്കോടതിയിൽ നിന്നൊരു CBI അന്വേഷണം കിട്ടാനായിട്ട് എത്ര വർഷം എടുക്കും? പലപ്പോഴും ഇനിഷ്യൽ സ്റ്റേജിൽ കോടതി പറ്റില്ല എന്ന് പറയും. ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ പ്രയോജനമില്ലാതെയും പോവും. ഇങ്ങനെ ഒരു സെൻട്രൽ ഏജൻസിക്ക് ഇടപെടാനുള്ള പരിമിതികൾ വർദ്ധിച്ചു വരുന്നു.
അതനുസരിച്ച് സെൻറ്റർ അതിൻ്റെ താല്പര്യം, മൊത്തം രാജ്യ താല്പര്യം സംരക്ഷിക്കാനായിട്ട് അവർ പുതിയ സ്പേസ് കണ്ടെത്തുകയും ചെയ്തു. ഈ അവസ്ഥയിലാണ് നമ്മൾ ഈ NSGയുടെ വരവ് കാണേണ്ടത്.